പത്തനംതിട്ട നഗരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഭിക്ഷാടനം. എന്താണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരമാർഗം ഡിവൈഎഫ്ഐ തെരഞ്ഞെടുത്തത്? ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമരം മുന്നേറുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഭിക്ഷാടനം? യൂത്ത് കോൺഗ്രസ് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനെന്ന് പറഞ്ഞ് കേരളത്തിലെ മനുഷ്യരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചത്. അതിന്റെ കണക്ക് ചോദിച്ചാൽ കണക്കില്ല. അപ്പോൾ കണക്കില്ല, പൈസ അവർ തുല്യമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വീതിച്ചു. നാട്ടിലെ ജനം ചോദിക്കുന്നത് പണം എവിടെയെന്നാ. അപ്പം ഇല്ല, യൂത്ത് കോൺഗ്രസിന് വീട് വെച്ച് നൽകാൻ ഡിവൈഎഫ്ഐ ഭിക്ഷാടനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പൈസയുടെ എങ്കിലും കണക്ക് യൂത്ത് കോൺഗ്രസ് പറയുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഈ പിരിഞ്ഞു കിട്ടുന്ന പണം നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ കിട്ടുന്ന പൈസ രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കുന്നത്? ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാർക്ക് കിട്ടിയ പൈസയുടെ കണക്കില്ലല്ലോ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് കണക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കുന്നത്. വയനാട് ദുരന്തബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പണം പിരിക്കുകയും ആ പണത്തിന് കണക്കില്ല എന്നുമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം ആരോപിക്കുന്നത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭിക്ഷാടനത്തിലൂടെ തങ്ങൾ പണം സ്വരൂപിക്കുന്നു, അത് രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കും എന്നും ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.